ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, തിരുസഭ മാതാവ് ഇന്ന് ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. പോർച്ചുഗലിലെ ലിസ്ബണിനടുത്ത് 1917 മെയ് 13 3 ഇടയ ബാലകർക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ലൂസി, ഫ്രാൻസിസ്കോ, ജസീന്ത. ഇവർ ആടുകളെ മേയിക്കാൻ പോയ സമയത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയ ദർശനം ലോകപ്രസിദ്ധമാണ്. അത് ഇന്നും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്മ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ മക്കൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഒരു പ്രാവശ്യമല്ല, മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ എല്ലാ മാസത്തിൻ്റെയും 13 ഓഗസ്റ്റ് മാസം ഒഴിച്ച് പരിശുദ്ധ അമ്മ കൃത്യമായി ഈ മക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വരണം, നിങ്ങൾക്ക് ഞാൻ പ്രത്യക്ഷ ദർശനം നൽകുമെന്ന്. പരിശുദ്ധ അമ്മ ഈ ദർശനങ്ങളിലൊക്കെ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, പക്ഷേ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ഏത് ജീവിത പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും രണ്ടാം ലോക മഹായുദ്ധം വരുന്ന കാര്യത്തെക്കുറിച്ചും റഷ്യയുടെ മാനസാന്തരത്തെക്കുറിച്ചും മാർപ്പാപ്പയ്ക്കുണ്ടാകുന്ന വലിയ ഞെരുക്കങ്ങളെക്കുറിച്ചും ഒക്കെ പരിശുദ്ധ അമ്മ ഈ മക്കൾക്ക് പ്രത്യക്ഷ ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഫാത്തിമയിലേക്ക് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ജനം കടന്നു ചെന്ന് അനുഗ്രഹം സ്വന്തമാക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താ? പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുന്ന മക്കൾക്കൊക്കെ സ്വർഗത്തിൻ്റെ കരുത്ത് കിട്ടും. അമ്മ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. നിങ്ങൾ ഞെരുക്കങ്ങളിലും രോഗങ്ങളിലും സങ്കടങ്ങളിലും ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചാൽ അത് സ്വർഗത്തിലേക്കുള്ള ഗോവിണിയ ചവിട്ടുപടിയ. ഓരോ ജപമണിയും ഗോവിണിപ്പടിയ. അതിലൂടെ കയറുന്നവർ എത്തുന്ന ഇടം സ്വർഗമാണ്. അതുകൊണ്ട് ഞാൻ അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇന്ന് തിരുവചനത്തിൽ നാം ധ്യാനിക്കുന്നതും ഇപ്രകാരമുള്ള ഒരു കോണ്ടെക്സ്റ്റ് തന്നെയാണ്. ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുക, നിങ്ങളെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോകാൻ പോകുന്ന സമയം വന്നിരിക്കുക. കൂടെ ഉണ്ടാകുമെന്നൊക്കെ നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നെങ്കിലും നിങ്ങളാരും എൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നില്ല. വേദനയുടെയും ഞെരുക്കത്തിൻ്റെയും സമയമാകുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും. ക്രിസ്തു കൂട്ടിച്ചേർക്കുന്ന കാര്യം, നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ ഒറ്റയ്ക്കാകില്ല. കാരണം എന്താ? എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്വർഗസ്ഥനായ പിതാവില്ലേ, എൻ്റെ കൂടെയുണ്ട്. ആരൊക്കെ എന്നെ കൈയൊഴിഞ്ഞാലും കൈയൊഴിയാതെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, ഒരപ്പൻ എനിക്കുണ്ട് എന്ന ഗ്യാരണ്ടിയാ കുരിശിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ കർത്താവിന് കരുത്ത് നൽകിയത്. എന്നിട്ട് ക്രിസ്തു കൂട്ടിച്ചേർക്കുക, ഈ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും നിങ്ങൾ നഷ്ടധൈര്യരാകരുത്, ഭയപ്പെടരുത്, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഞെരുക്കങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നവരാ, തകർന്നു പോകുന്നവരാ നമ്മിലേറിയ പങ്കും. ക്രിസ്തു ഓർമ്മപ്പെടുത്തുക, നമ്മളിങ്ങനെ തളർന്നിരിക്കേണ്ടവരല്ല. ലോകത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കഷ്ടതകളും അരിഷ്ടതകളും ഞെരുക്കങ്ങളും കൊണ്ട്. കാരണം ലോകത്തെ ജയിച്ചവൻ, മരണത്തെ അതിജീവിച്ചവൻ നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാകണം ക്രൈസ്തവരായ നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് കരുതുന്ന മരണത്തിന് പോലും ഉത്തരമുണ്ടെന്ന് അവൻ്റെ ഉദ്ധാനത്തിലൂടെ അവൻ വെളിപ്പെടുത്തിയെങ്കിൽ, അവൻ ഈ ലോകത്തെ കീഴടക്കിയത് തൻ്റെ ഉയർപ്പിലൂടെയാണെങ്കിൽ, ജീവിതത്തിൻ്റെ ഏത് വലിയ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആർക്ക്? അവനോട് കൂടെയിരിക്കുന്നവർക്ക്. അവൻ്റെ കൈ പിടിച്ച്
നടക്കുന്നവർക്ക്.